പച്ചയായിട്ടുള്ള തേങ്ങ എടുക്കണം. അതാണ് ഒന്നാമത്തെ ടിപ്പ്. പിന്നെ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് തന്നെ ചേർക്കണം. മൊത്തം അതിലോട്ട് അരഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കുക. പുളിയുടെ വെള്ളം ചേർക്കേണ്ട, പുളി കുറച്ചൊരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുക. എന്ന് പറഞ്ഞ് തീരെ ചെറുതായിട്ടല്ല, കുറച്ച് വലുപ്പമുണ്ടതാ കണ്ടല്ലോ. പിന്നെ പ്രധാനമായിട്ടും മിക്കവരും കറിവേപ്പില ചേർക്കില്ല. അപ്പോൾ കറിവേപ്പില തീർച്ചയായിട്ടും ചേർക്കണം. ചേർത്താലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നമ്മുടെ നാടൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ കറിവേപ്പില ഒഴിവാക്കരുത്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി നല്ല കളറുള്ള എടുത്താൽ നല്ല കളർ ചമ്മന്തി കിട്ടും, നല്ല ഓറഞ്ച് കളർ. അപ്പോൾ മുളക് പൊടി നമ്മൾ ചേർത്തു. നമ്മൾ സാധാരണ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ജീരകം ചേർക്കാനുണ്ടല്ലേ. അപ്പോൾ മുളക് പൊടി ചേർത്തു, ജീരകം ചേർത്തു, ചെറിയ ഉള്ളി, പുളി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പും പാകത്തിന് ഇതിലിപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചേർക്കണം കേട്ടോ. പച്ചമുളക് അപ്പോൾ ഞാൻ 2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇത് എരിവ് കുറഞ്ഞ നീളം മുളകാണ്.